3 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആകെ ആൻസർ ചെയ്യാനുള്ളത്. 3 ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വൈ യു ആർ ഹിയർ, വൈ യു ആർ ഇൻ ദിസ് ബിസിനസ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെങ്കിൽ ബാക്കി 2 പ്രസക്തിയുള്ളൂ. വൈ നിങ്ങളെല്ലാവരും നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കിയേ, വൈ യു ആർ ഹിയർ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ടാവും, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാവും, ലക്ഷ്യങ്ങളുണ്ടാവും. അതാണ് വൈ. രണ്ടാമത് വാട്ട്. ഇവിടെ എന്താണ് നിങ്ങൾ ചെയ്യാനുള്ളത്, എന്താണ് ചെയ്യാനുള്ളത് വെച്ചാൽ നമ്മളിവിടെയുള്ള പ്രൊജക്ടുകൾ എന്തൊക്കെയാണ്. നമുക്കിവിടെ സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രോജക്റ്റ് ഉണ്ട്, സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ് ഉണ്ട്, സാൻഡൽവുഡ് ഫാം ഫോറസ്റ്റ് ഉണ്ട്, BMW വരാൻ പോകുന്നു അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റ്. ഇത്ര പോലെ തൽക്കാലം മതി. അപ്പൊ ഇതെന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, പഠിച്ചിരിക്കുക എന്നുള്ളതാണ് വാട്ട് എന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അറിഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം വൈ. ഈ വൈ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ വാട്ടും, രണ്ടാമത്തത്, മൂന്നാമത്തത് ഹൗ. ഇതെങ്ങനെ ചെയ്യേണ്ടത്, ഇതെങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ ഒറ്റ വാക്കുകൾക്ക് ഉത്തരം പറയാം. സെയിൽ ചെയ്യണം അല്ലെ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, സെയിൽ ചെയ്യേണ്ടത് കൃത്യമായിട്ട്. ഇവിടെ നമുക്ക് സാധാരണ മറ്റുള്ള കമ്പനികളുടെ പോലുള്ള ഒരു എന്താ പറയാ 100, 500, 1000, 2000 രൂപയുടെ പ്രൊഡക്റ്റ് ഒന്നല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് അല്ലെ. ലക്ഷങ്ങളും കോടികളും വില വരുന്ന പ്രൊജക്ടുകളാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാനുള്ളതാണ്. അപ്പൊ അതിന് മാക്സിമം നിങ്ങളെ തന്നെ പഠിപ്പിക്കുക, കാര്യങ്ങൾ പഠിക്കുക. അപ്പൊ എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് രാവിലെ നടക്കുന്ന സൂം സെഷൻസും, അതുപോലെ തന്നെ മന്ത്ലി നമുക്ക് 1-2 പ്രാവശ്യം കിട്ടുന്ന റെസിഡൻഷ്യൽ പ്രോഗ്രാമുകളും, ഇതുപോലെ ഇടയ്ക്ക് കിട്ടുന്ന റെസിഡൻഷ്യൽ പ്രോഗ്രാമുകളും, ഫിസിക്കലായിട്ട് നമ്മൾ ഹൈവേ ഗാർഡിനെ കുറിച്ച് നടത്തുന്ന മറ്റു പ്രോഗ്രാമുകളും എല്ലാം റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു വൈ. ഈ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവരോടും നിങ്ങളോട് പേപ്പറിലേക്ക് എഴുതാൻ പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് എഴുതാനായിട്ട്. ഇവിടെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ള എത്ര ആളുടെ നോക്കട്ടെ. വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിരുന്ന ഹാൻഡ് റൈസ് ചെയ്ത് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 80% ആൾക്കാരും അല്ലെങ്കിൽ 90% ആൾക്കാരും വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളോട് എത്തിയിട്ടുള്ളത് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ട് അല്ലെ. എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ പോയിട്ട് വാട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 3 പ്രൊജക്ടുകളെ കുറിച്ചും നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന 3 പ്രൊജക്ടുകൾ, ഈ 3 പ്രൊജക്ടുകളെ കുറിച്ചും ഏത് ഉറക്കത്തിൽ വിളിച്ചു വെച്ചാലും പറയാൻ പറ്റുന്ന എത്ര ആണെന്ന് ചോദിച്ച് അവിടെ കൈരെണ്ണം കുറഞ്ഞല്ലോ. യെസ്. അപ്പൊ ഇതാണ് നമുക്ക് രണ്ടാമതുണ്ടാവുന്നത്. ആ ആളുകൾക്ക് നമുക്ക് കൃത്യമായിട്ട് പ്രൊജക്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പൊ എന്തെന്നുള്ളതും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തതാണ് ഹൗ, നമ്മളിത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത്. ഈ 3 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും 100-ൽ 100 ഉണ്ടോ? നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൈപ്പിടിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യെസ്, ഇത് ഒരു തരിശായൊരു ഭൂമി, വേസ്റ്റ് ലാൻഡ്, കാലങ്ങളായിട്ട് ഒന്നും ചെയ്യാതെ കിടക്കുന്ന ഒരു ഭൂമി. ഈ ഭൂമിയില് നമ്മൾ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആ കൃഷിയിൽ, ആ ഭൂമിയിൽ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ആ ഭൂമി ഒന്ന് ക്ലീൻ ചെയ്യണം. അവിടെയുള്ള എല്ലാ കളകളും മാറ്റി, ചിലപ്പോൾ അവിടെ ചപ്പുചോറുകൾ ഉണ്ടാവും, കുപ്പിച്ചില്ലുകൾ ഉണ്ടാവും, മറ്റു ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ടാവും. അതെല്ലാം എടുത്തു മാറ്റി നല്ല ഭൂമി ഒന്ന് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മളതൊന്ന്
ഉഴുത് മറിച്ച് അതിലാവശ്യമുള്ള വളങ്ങളൊക്കെ ചെയ്യും അല്ലെ. വേറെ വളമിട്ട് ഭൂമിനെ ഒന്ന് സെറ്റാക്കും. അതിനുശേഷം നമ്മളതിൽ വിളവെടുക്കും. എന്താണോ നമ്മളോട് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ വിത്തവിടെ നമ്മൾ നടും. അങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു വേസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു ലാൻഡിന് നമുക്ക് വളരെ ഭംഗിയുള്ളൊരു ഫാമാക്കി മാറ്റാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ വയനാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ഏതൊരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ നിറയെ ആവശ്യമില്ലാത്ത കുറെ പാഴ്മരങ്ങളും അല്ലെങ്കിൽ ഷേപ്പില്ലാതെ കിടക്കുന്ന ഒരു സ്ഥലമൊക്കെ ആയിരിക്കുന്നത്. നമ്മൾ അതിനെടുത്തിട്ട് കംപ്ലീറ്റ് വെട്ടി നിരത്തി അല്ലെങ്കിൽ മരങ്ങളുടെ വേരൊക്കെ പിടിച്ചു മാറ്റി അതിനെ ലെവല് ചെയ്ത് കോമ്പൗണ്ട് വാളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നല്ല രൂപത്തിലാക്കി മാറ്റിയതിന് ശേഷം നമ്മൾ അതില് കുഴിയെടുക്കുന്നു, വളമിട്ട് മൂടുന്നു, തൈ നടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ബ്രെയിനിലേക്ക് നമുക്കൊന്ന് പോകും. അതേ സെയിം സംഭവം തന്നെ നമുക്കിവിടെ ലൈഫിൽ സക്സസ് ആവാനാണെങ്കിലും ബിസിനസ് സക്സസ് ആവണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് അപ്പൊ ഇവിടെ ചെയ്യേണ്ടത്? നമ്മളിവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മൾ ഈ ഓരോരുത്തരുടെ ബ്രെയിനിലും ഒരുപാട് ആവശ്യമില്ലാത്ത കളകളുണ്ട് അല്ലേ? എല്ലാവരും ബ്രെയിനിലും കളകൾ ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാവരും ജനിച്ചു വീണത് ഒരു ആട്ടിൻകൂട്ടത്തിലായിരുന്നു. ഇപ്പൊ ഈ ആട്ടിൻകൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഈ ആട്ടിൻകൂട്ടങ്ങളുടെ എല്ലാ സ്വഭാവ സവിശേഷതകളും എല്ലാ കൾച്ചറും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ്സ്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ എല്ലാവരും. നമുക്ക് ദേഷ്യം വരാറുണ്ട്, നമുക്ക് എക്സ്ക്യൂസ് പറയാൻ മടിയില്ല, ദുഃഖം വരാറുണ്ട്, അഹങ്കാരം വരാറുണ്ട്, ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ചെയ്യാനായിട്ട് മാറ്റിവെക്കാറുണ്ട്, നമ്മൾ എപ്പോഴും വറീഡ് ആവാറുണ്ട്, നാണം ഉണ്ടാവാറുണ്ട്, പ്രതികാരം തോന്നാറുണ്ട്, നിരാശ തോന്നാറുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താറുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിലേതെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനം എന്തെങ്കിലും നമുക്ക് തോന്നുന്നുണ്ട് കണ്ടിട്ട് നമുക്ക് നോക്കാം. എന്ത് കാര്യത്തിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാൽ എന്തുണ്ടാവും? നമ്മളിവിടെ എന്താ ചെയ്യാറുള്ളത്? നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ വരുമ്പോ എപ്പോഴും എന്താ ചെയ്യാ? പരസ്പരം കാണുമ്പോൾ എല്ലാവരും ഡോപ്പമൈൻ ഉണ്ടാവാനുള്ള ആ പരസ്പരം പുകഴ്ത്ത അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയും. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്തു? ഈ ഒരു കുറ്റപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ നെഗറ്റീവായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ ഒരു പോസിറ്റീവായിട്ട് വിത്ത് വിതയ്ക്കാനുള്ള രീതിയിലേക്ക് നമ്മുടെ ബ്രെയിൻ റെഡി ആവുന്നത്. അതായത് കുറ്റപ്പെടുത്തുന്നതിന്റെ ഓപ്പോസിറ്റ് എന്താ? മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, മറ്റുള്ളവരെ പുകഴ്ത്തുക, മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങി തിരിച്ചാലും കൺഫ്യൂഷനാണ്. ഇത് വേണോ, ഇത് വേണ്ടേ, പ്രശ്നമാവോ, ചന്ദനം വളരുമോ, കോട്ടയിൽ വാടകയ്ക്ക് പോവോ, ഫാമിലെ കോഴി മുട്ടയിടോ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംശയങ്ങൾ. എല്ലാത്തിനും കൺഫ്യൂഷൻ ആയിരിക്കും. ഇവിടുന്ന് വയനാട്ടിലേക്ക് പോയാൽ ചുരത്തിന് ബ്ലോക്കിൽ പെടുവോ, അല്ലെങ്കിൽ ഇനി വയനാട്ടിലെ സ്ഥലം പിടിച്ച് അവിടെ ഉരുൾ പൊട്ടുവോ, അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാവോ, ഇനി കോഴിക്കോട് വഴിക്കുള്ള പോകണം അവിടെ പിന്നി മണ്ണത്ത് പോയി ഇപ്പൊ വരുമോ, അല്ലെ? എന്തൊക്കെ കൺഫ്യൂഷൻ ആളുകൾ നമ്മൾ ഫീൽഡ് ചെല്ലുമ്പോൾ കേൾക്കണില്ലേ? ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ അതിന് പകരം നമ്മൾ എന്താ ആ കൺഫ്യൂഷനുകൾ മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? എന്താ നെക്സ്റ്റ് പ്രോഗ്രാം എന്താ ബ്രെയിനിൽ ഉണ്ടാവണം? കൺഫ്യൂഷന്റെ ഓപ്പോസിറ്റ് എന്താ? ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ക്ലാരിറ്റി, നമ്മൾ ഉറപ്പ്. എന്ത് ചെയ്യണമെങ്കിലും എനിക്ക് ഉറപ്പാണ്. ഇത് അങ്ങനെ നമ്മൾ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല. എല്ലാ കാര്യങ്ങളും കമ്പനി ഇതിനെ കുറിച്ച് അത്രയും സ്റ്റഡി ചെയ്ത് എന്തൊരു കാര്യമാണെങ്കിലും അത്രയും ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ അല്ലെങ്കിൽ കമ്പനി ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ട്. ഈ ഉറപ്പ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇന്നിവിടെ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ആർക്കും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും? ഇല്ല. കൺഫ്യൂഷൻ ഇല്ലാത്തതിന്റെ കാരണം എന്താ? എന്തൊരു കാര്യവും അത്രയും സ്റ്റഡി ചെയ്ത് ഉറപ്പുള്ള കാര്യങ്ങൾ. നമുക്കറിയാം, വയനാട്ടിൽ ഉരുൾപൊട്ടൽ, വയനാട്ടിൽ മണ്ണിടിച്ച് എന്നല്ലേ നമ്മൾ പത്രത്തിൽ വായിച്ചത്, ശരിയല്ലേ? അപ്പൊ ഇതിങ്ങനെ പറയുമ്പോൾ സാധാരണ പുറത്തു നിൽക്കുന്ന ആൾക്കാർ എന്താ ചിന്തിക്കുക? അയ്യോ വയനാട് പ്രശ്നമാണല്ലോ. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വയനാട്ടില് ഈ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായത് എവിടെയാ?
ചൂരൽമല. ഈ ചൂരൽമല എന്നുള്ള സ്ഥലത്ത് എവിടെയാ? മേപ്പാടിയില് ചൂരൽമല അല്ലെ? ചൂരൽമലയില് എവിടെ ഇരിക്കും? എന്തോ ഉണ്ട് അവിടുത്തെ ഒരു പഞ്ചായത്തില്. ആ പഞ്ചായത്തിൽ എവിടെ? ഏതോ 1-2 വാർഡ്. ഇത് അമേരിക്കയിലുള്ള ഒരാൾ പറയുമ്പോ എന്താ പറയാ? അമേരിക്കയിലുള്ള ഒരാൾ എന്താ പറയാ? ഈ വാർത്ത എങ്ങനെ ഇരിക്കും? അമേരിക്കൻ ചാനൽ പറയണ്ടാവുക ഇന്ത്യയിൽ വൻ ദുരന്തം, 200-ലധികം ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങി അല്ലെ? ഇന്ത്യയിൽ അവരാരെങ്കിലും ചൂരൽമലയിലെ ഇത്ര വാർഡില് ഉരുൾപൊട്ടിന്ന് പറയും അമേരിക്കൻ മീഡിയ, അല്ലെങ്കിൽ UK മീഡിയ, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ മീഡിയ? ഇല്ല. അവിടെ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ കുറച്ചു ദിവസം മുമ്പ്, 2-3 മാസം മുമ്പ് അമേരിക്കയിൽ കാട്ടുതീ പടർന്നു ഉണ്ടായില്ലേ? നമ്മളങ്ങനെ വായിച്ചു പത്രത്തില്? എന്നല്ല, ഞാൻ അങ്ങനെ വായിച്ചു. അമേരിക്കയിൽ കാട്ടുതീ. അമേരിക്കയിൽ എവിടെ? അമേരിക്കയില് ഏതോ ഒരു സ്റ്റേറ്റില്, ഏതോ ഒരു മൂലയില്, ഏതോ ഒരു കുറച്ച് ചെറിയൊരു കിലോമീറ്റർ സ്ഥലത്ത് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തം. അപ്പൊ ഇവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത്? വയനാട്ടിൽ ദുരന്തം. ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ, 200-ലധികം ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങി. അപ്പൊ അവർക്ക് വയനാട് ഉണ്ടോ, ചൂരൽമല ഉണ്ടോ, ആ പഞ്ചായത്ത് ഉണ്ടോ, ആ വാർഡുണ്ടോ? ഒന്നുമില്ല. അവർക്ക് ഇന്ത്യ, അത്രേ ഉള്ളൂ. ഇനി ഇത് തന്നെ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മുംബൈയിലോ ഡൽഹിയിലിരുന്ന ആൾക്കാരെന്താ പറയാ? കേരളത്തിൽ വൻ ദുരന്തം, 200-ലധികം ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയി. അവർക്കും ഈ പറഞ്ഞതില്ല. ഇനി ഇത് തന്നെ നമുക്ക് തിരുവനന്തപുരത്തുള്ള ആൾക്കാർ എന്താ പറയാ? വയനാട്ടിൽ ദുരന്തം, 200-ലധികം ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങി. ഇനി തന്നെ വയനാട്ടിലുള്ള ആൾക്കാർ എന്താ പറയാ? ചൂരൽമല അതിന് മുമ്പുള്ള സ്ഥലത്തിന്റെ പേര് മേപ്പാടിക്കടുത്ത് ദുരന്തം, ഇങ്ങനെ പറയാം. ഇനി മേപ്പാടി കൂട്ടി വെച്ച് അവിടെ എന്താ പറയാ? ചൂരൽമലയിലെ ദുരന്തം എന്ന് പറയും. അപ്പൊ നമ്മൾ ചൂരൽമല അന്വേഷിച്ചില്ല, അവിടെ ചൂരൽമല എന്ന സ്ഥലം ഉണ്ടാവും. അവിടെ ചെന്ന് ചോദിച്ചാൽ എന്താ പറയാ? അത് അവിടുത്തെ ഇന്ന പഞ്ചായത്തിൽ അത് പറയും അല്ലെ? സ്ഥലത്തിന്റെ പേര് എനിക്കറിയില്ല. ഓക്കെ. അപ്പൊ ഇന്ന പഞ്ചായത്തിലാണ് ദുരന്തം ഉണ്ടായിരുന്നത്. ഇനി ആ പഞ്ചായത്തിൽ ചോദിച്ചാൽ പറയും അത് മറ്റേ 12-13 വാർഡില്ല എന്ന് പറയും. അവസാനം പോയി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ദുരന്തം ആ ഒരു വാർഡിൽ എവിടെയോ ഒതുങ്ങി ചുരുങ്ങി. അപ്പൊ ഇങ്ങനെ ആളുകളുടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. സോ ഒറ്റ വാക്കിൽ നമ്മൾ വയനാടാണ് പ്രൊജക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ പറയാൻ പോണതാണ് അയ്യോ വയനാടോ, ഞങ്ങളില്ല. കേട്ടിട്ടില്ലേ? ഇഷ്ടംപോലെ ഫീൽഡിൽ കേട്ടിട്ടില്ലേ? അപ്പൊ അവിടെ അത്തരത്തിലുള്ള കൺഫ്യൂഷൻ ഫീൽഡിലുള്ളവർക്കുണ്ടാവും, അല്ലെങ്കിൽ പബ്ലിക്കിനുണ്ടാവും. നമുക്കത് ഉണ്ടാവേണ്ട കാര്യം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞോളൂ. ഇതേപോലെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനെ കുറിച്ച് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ചന്ദനമരം 15 വർഷം കൊണ്ട് നമുക്ക് മുറിക്കാം, അല്ലെങ്കിൽ 10 മുതൽ 15 വർഷത്തിനുള്ളിൽ ഹാർവെസ്റ്റ് ചെയ്ത് നമുക്ക് ഒരു മരത്തിൽ നിന്നും ഏകദേശം 25 ലക്ഷം രൂപയോളം കിട്ടും എന്ന് പറയുമ്പോൾ അതൊന്നും നടക്കണ കേസല്ല. അതൊക്കെ ഒരു 30, 35, 40 കൊല്ലം കഴിയാണ്ട് ചന്ദനമരം മുറിക്കാൻ പറ്റുമോ? ഇതും ആളുകളുടെ കൺഫ്യൂഷൻ അല്ലേ? പക്ഷെ നമുക്ക് എന്തുണ്ട്? നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ട്, നമ്മളതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് റിസർച്ചുകൾക്ക് അവസാനമാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് ചെയ്യണമെന്ന് പോലും തീരുമാനിച്ചിട്ടുള്ളത്. ഇനി വയനാട്ടിൽ നമ്മൾ കൊടുക്കുന്ന റിസോർട്ടിന് വെറും 20,000 രൂപ മാത്രമേ ഡെയിലി റെന്റ് വാങ്ങുന്നുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ 20,000 രൂപ റെന്റാ? അവിടെ വയനാട്ടില് 3,000 രൂപ, 2,000 രൂപ, 1,500 രൂപ വരെ റൂം കിട്ടുമ്പോഴാണെങ്കിൽ അപ്പൊ നമ്മൾ കൊടുക്കുന്നത് എന്ത് റൂമാണോ? നമ്മുടെ പ്രൊജക്ട് എന്താ? അപ്പൊ ഇതൊക്കെ പബ്ലിക്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമുക്ക് അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് ഏതെടുത്ത് കളഞ്ഞ് ആദ്യം നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സാധനം എടുത്ത് കളഞ്ഞു. എന്നിട്ട് അതിന് പകരം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തു. ഇതിങ്ങനെ കമ്പനി വിചാരിച്ചാൽ മതി. ഇത് നിങ്ങളുടെ ബ്രെയിൻ. ഇതിപ്പുറത്ത് ഇതേപോലെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു മൊബൈൽ ഫോൺ ഇപ്പുറത്തുണ്ട്. മൊബൈൽ ഫോണിൽ എന്തൊക്കെയുണ്ട്? മൊബൈൽ ഫോണിൽ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലേ? ബ്രെയിനിൽ എന്തൊക്കെയുണ്ട്? കുറെ പ്രോഗ്രാംസ് ഉണ്ട്. ഇവിടെ ആപ്ലിക്കേഷൻസ് പ്രോഗ്രാം ആയിട്ടുണ്ട്. ഇവിടെ കുറെ ശീലങ്ങൾ അല്ലെങ്കിൽ തോട്ട്സ് നമുക്കിവിടെ പ്രോഗ്രാംസ് ആയിട്ടുണ്ട്. അപ്പൊ ഈ മൊബൈൽ ഫോണിൽ നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യും. ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യും. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ മൊബൈൽ ഫോണിലെ ആപ്പ് ആ പ്രോഗ്രാം വർക്ക് ചെയ്യും. സെയിം തന്നെ നമ്മൾ ബ്രെയിനിൽ എന്താ ചെയ്യുന്നത്? സിംഹക്കുഞ്ഞിനെ ആട്ടുകുട്ടിയാക്കി തരാം, സിംഹക്കുഞ്ഞിനെ ആടാക്കി തരാം.
ഇതേ പ്രോഗ്രാമാണ് അല്ലെ? സിംഹക്കുഞ്ഞിന്റെ തലയുടെ അകത്ത് ആടാണ് എന്നുള്ള ഒരു പ്രോഗ്രാം വളർന്നു വലുതായി വന്നപ്പോഴാണ് അവൻ വലുതായപ്പോഴും സിംഹമാവാതെ ആടായിട്ടാണ് ജീവിച്ചത്. ഇവിടെ ആലോചിക്കുക, ഇവിടെ നമുക്ക് ഈ കൺഫ്യൂഷനും മാറ്റി, ബ്ലെയിം മാറ്റി. കൺഫ്യൂഷന് പകരം നമ്മൾ ക്ലാരിറ്റി വരുത്തി, ബ്ലെയിമിന് പകരം കുറ്റം നമുക്ക് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിച്ചു. ഇനി നമ്മുടെ എക്സ്ക്യൂസുകൾ പറയുന്ന ഒരു സ്വഭാവം ഒന്ന് ആലോചിക്കുക. എന്ത് കാര്യത്തിന് എക്സ്ക്യൂസ് പറയുന്ന സ്വഭാവമാണ് ആലോചിക്കുക അല്ലെ? ഇന്നിപ്പോ ഇവിടെ പ്രോഗ്രാമിൽ വരുമ്പോ എന്തൊക്കെ എക്സ്ക്യൂസുകൾ നിങ്ങൾക്ക് പറയാമായിരുന്നു അല്ലേ? മുസ്ലിംസിനാണ് പ്രത്യേകിച്ച്, അയ്യോ റമദാൻ മാസം നോമ്പ് ശരിയാവില്ല, ഈ മാസം അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാല് അമ്മായിയമ്മ ചീത്ത പറയും, അല്ലെങ്കിൽ ഭർത്താവ് വീഴൂല, അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ തിരിച്ചു കയറ്റൂല, അല്ലെങ്കിൽ കമ്മിറ്റിക്കാര് പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ അത് മാത്രല്ല പഠിത്തവും കൊടുക്കൂല, എന്തൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാല്ലേ? അതൊക്കെ നമുക്ക് എക്സ്ക്യൂസുകൾ ഇവിടെ വരാതിരിക്കാം. അപ്പൊ ഈ എക്സ്ക്യൂസുകളൊക്കെ അതുപോലെ തന്നെ ഇപ്പോ ക്രിസ്തുമത വിശ്വാസികൾക്കാണെങ്കിൽ ഇപ്പൊ നോയമ്പ് നടക്കല്ലേ അല്ലെ? എന്നാൽ ഈസ്റ്റർ നോമ്പാ. ഈസ്റ്റർ നോമ്പ് നടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന നിർഭരരായി ഇനി ഈസ്റ്റർ വരെയും അങ്ങനെ വെജിറ്റേറിയൻ അല്ലെ, പ്യൂർ വെജിറ്റേറിയനൊക്കെയായി ലിമിറ്റഡ് ഫുഡൊക്കെ കഴിച്ചിരുന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എക്സ്ക്യൂസ് പറയാമായിരുന്നു. അപ്പൊ ഇനി ഉണ്ടോ ഈ സമയത്ത് വല്ലതുണ്ടോ ശബരിമല? കഴിഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി എന്തൊക്കെ പറയാം? നോമ്പുള്ള ആൾക്കാർക്ക് വേണ്ടി ഇവിടെ വന്നാൽ പറഞ്ഞു നോമ്പ് തുറക്കുന്ന സമയത്ത് പിന്നെ ഒരുപാട് മറ്റു സൗകര്യങ്ങളെ കുറിച്ച് പറയാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ട് വരാതിരിക്കാനുള്ള എന്ത് കാരണം വേണമെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ അത് എക്സ്ക്യൂസിന് പകരം അതിന്റെ ഓപ്പോസിറ്റ് എന്താക്കാം? എക്സ്ക്യൂസിന് പകരം നമ്മുടെ എക്സ്ക്യൂസ് പറയുന്നത് എക്സ്ക്യൂസിന്റെ വേറെ വാക്കുകൾ ഉപയോഗിക്കാറുണ്ടല്ല. അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ എക്സ്ക്യൂസിന്റെ ഓപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക. യെസ്, അല്ലെങ്കിൽ ഐ വിൽ ഡു ഇറ്റ്. എനിക്കങ്ങനെ യെസ് ഡു ഇറ്റ് നൗ. എക്സ്ക്യൂസ് ഇല്ല. ആങ്കർ. ഇനി നമുക്ക് അടുത്തൊരു നെഗറ്റീവ് സാധനം നമ്മുടെ ബ്രെയിനിലൊക്കെ ഉണ്ടാവുന്നത് ആങ്കർ, ദേഷ്യം വരാത്ത ആരെങ്കിലും കൂടുതൽ അല്ല. എല്ലാവർക്കും ദേഷ്യം വരും. ചില ആൾക്കാർക്ക് ഷോർട്ട് ടേം ആയിരിക്കും, പെട്ടെന്ന് ദേഷ്യം വരും. ചില ആൾക്കാർക്ക് കുറച്ച് പതുക്കെ വരുള്ളൂ. ചില ആൾക്കാർ ദേഷ്യം വന്നാൽ പൊട്ടിത്തെറിക്കും. ചില ആൾക്കാർ ദേഷ്യം വന്നാലും കുറച്ചൊന്ന് ചിരിച്ചിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള എങ്ങനെ നോക്കിയാലും ദേഷ്യമുണ്ട്. അപ്പൊ ഈ ദേഷ്യത്തിന് തന്നെ എത്ര ടൈപ്പ് ഉണ്ട് അറിയാം? ഞാൻ മാനേജർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അരപ്പുണ്ടാക്കില്ല. മാനേജർ അറിയോ ഏതൊക്കെ ടൈപ്പ് ദേഷ്യം ഉണ്ടെന്ന് അറിയോ? ഏതൊക്കെ അറിയില്ല. ഇല്ല, നോക്കട്ടെ. അറിയോ? ഇല്ല. അജീഷനല്ലേ? പേര് നോക്കണമെന്നില്ല. അത് ഞാൻ പറയാം. 3 ടൈപ്പ് ദേഷ്യമുണ്ട് മനുഷ്യൻ. ഒന്നാമത്തെ ദേഷ്യം അത് ലാസ്റ്റ് പറയാം. ബ്ലാക്ക് ആങ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യമായിട്ട് നമുക്ക് ദേഷ്യം വരും. ആ ദേഷ്യം കൊണ്ട് ഈ ലോകത്ത് ആർക്കും ഒരു ഗുണമില്ല. വെറുതെ ദേഷ്യമില്ല. അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ, ദേഷ്യം വരേണ്ടതായിട്ട് സിറ്റുവേഷൻ നമ്മുടെ മുമ്പിലുണ്ടായി. പക്ഷെ നമ്മളത് മനഃപൂർവ്വം ഒഴിവാക്കി ദേഷ്യപ്പെടുന്നില്ല. അതിന് പകരം ദേഷ്യപ്പെടുന്നു. അപ്പൊ ദേഷ്യപ്പെട്ടാൽ അതിന് പറയുന്ന പേരാണ് ബ്ലാക്ക് ആങ്കർ. അപ്പൊ വീട്ടില് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ടേബിളിൽ ഇരുന്നിരുന്ന ഒരു പ്ലേറ്റോ ഗ്ലാസോ താഴെ വീട് പൊട്ടി. ദേഷ്യപ്പെടണോ വേണ്ടേ? ദേഷ്യപ്പെട്ടിട്ട് ആ പ്ലേറ്റോ ഗ്ലാസോ രണ്ടാമത് തിരിച്ചൊന്നും കൂടുവോ? ഇല്ല. അപ്പൊ അത് ബ്ലാക്ക് ആങ്കറാണ്. പുറത്തു പോരാൻ നേരത്ത് വൈഫ് പുറത്തു വന്നിരിക്കുന്ന സമയത്ത് വൈഫ് ചോദിച്ചു, എന്റെ ഡ്രസ് അയൺ ചെയ്തിട്ടുണ്ടെന്ന് ഹസ്ബൻഡിനോട് ചോദിച്ചു. ഹസ്ബൻഡ് അയൺ ചെയ്തിട്ടില്ലെങ്കിൽ അയൺ 2 പൊട്ടിച്ചാലുണ്ടാവും. അല്ല, സാധാരണ എല്ലാവരും തിരിച്ചല്ല പറയാറുള്ളൂ. പുതുമയെ കോട്ടേജ് പറഞ്ഞതാണ്. എങ്ങനെ ഉണ്ടാവും? അത് നേരെ തിരിച്ച് അപ്പോഴും ശരിയായുള്ളൂ. പുറത്തു വന്നിട്ടാണ് ചോദിച്ചു, എന്റെ ഡ്രസ്സ് മറന്നു അടുക്കളയിൽ തിരക്കിൽ പെട്ടത് ഒരെണ്ണം കൊടുക്കല്ലേ 4 തരി പറയാൻ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് വല്ല ഗുണം ഉണ്ടാവും? ഇല്ല. നമ്മൾ കാർ ഓടിച്ചു പോകണ റോട്ടിൽ കൂടെ ഏതെങ്കിലും ഒരുത്തൻ
നമുക്ക് സൈഡ് തരാതെ, അവർ ചിലപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് ശ്രദ്ധിക്കാതെ നമുക്ക് സൈഡ് തരാതെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ കുറെ ഓണടിച്ചിട്ടും സൈഡ് തരുന്നില്ല. അവസാനം കിട്ടിയ ഗ്യാപ്പിൽ നമ്മൾ ബുദ്ധി കയറ്റി അവൻ ഓവർടേക്ക് ചെയ്ത് എന്ത് ചെയ്യണം കുറെ ഒരു 10 മിനിറ്റ് ഇവിടെ കളിപ്പിച്ചു, സൈഡ് തന്നില്ല. അറിഞ്ഞോ അറിയാതെ എങ്ങനെയെങ്കിലും അവിടെ എന്ത് ചെയ്യണം? ഓവർടേക്ക് ചെയ്തു, ബുദ്ധി കയറ്റി ഓവർടേക്ക് ചെയ്തു. എന്ത് ചെയ്യണം? വട്ടം വെച്ച് ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് പുറത്തിറങ്ങി വന്നിട്ട് അവന്റെ മാതാപിതാക്കളൊക്കെ സ്തുതിക്കണം അല്ലെ? അതുകൊണ്ട് ആർക്കെങ്കിലും വല്ല ഗുണമുണ്ടാകും. ശരി, അപ്പൊ ആ സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യുന്നു നമുക്ക്? ഒരിക്കലും നമുക്ക് സൈഡ് തരാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒന്നാമത്തെ ഓപ്ഷൻ ഓവർടേക്ക് ചെയ്യാൻ, വണ്ടി കൊണ്ട് വട്ടം വെക്കുക, ആരും തെരി പറയാ, അല്ലെങ്കിൽ കണ്ടം കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അതല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് ഓവർടേക്ക് ചെയ്ത് ഒന്നരത്തോളം അങ്ങോട്ട് പോവാം, അവരെന്തെങ്കിലും അവിടെ വെച്ചാൽ. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താ? വണ്ടി ഒന്ന് സ്ലോ ആക്കുക, അല്ലെങ്കിൽ വണ്ടി 2 മിനിറ്റ് നിർത്തിയിടാം സമാധാനപ്പെട്ട്. കുറച്ച് മാവ് പോയിട്ടുണ്ടാവില്ല, പിന്നെ നമ്മുടെ മുമ്പിൽ അവരുണ്ടാവില്ല, നമ്മളെ ചേഞ്ച് ചെയ്യാൻ. ഇങ്ങനെ ചെയ്യാം, ശരിയല്ലേ? പക്ഷെ ഇതെല്ലാം ഒരു സിറ്റുവേഷനാണ്. അപ്പൊ നമുക്ക് ഇതില് ആ നേരത്തെ ഓവർടേക്ക് ചെയ്ത് വട്ടം വെച്ച് ആ മാതാപിതാക്കളെ സ്തുതിക്കുന്ന പരിപാടി നമ്മൾ ചെയ്യുമ്പോൾ തിരിച്ച് അവരെന്തെങ്കിലും ചെയ്യാം, അത് തിരിച്ച് സ്തുതിക്കും. ചിലപ്പോൾ വണ്ടിയിലുള്ള ടൂൾസ് എടുത്തിട്ട് നന്നായിട്ട് സ്തുതിച്ചിട്ടായിരിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതി പാടലായിരിക്കും നടക്കാൻ പോകുന്നത്. ആ ദേഷ്യം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും? ഇല്ല. ആ ദേഷ്യത്തിനെ പറയുന്ന പേരാണ് ബ്ലാക്ക് ആംഗർ. നമുക്കൊരു ദേഷ്യം വന്നാൽ ആ ദേഷ്യം കൊണ്ട് ഈ ഭൂമിയിൽ ആർക്കും ഒരു ഗുണമില്ല, എന്നാൽ ദോഷം ഉണ്ടാവുകയും ചെയ്യും. ഗുണമില്ലതാനും ദോഷം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള ദേഷ്യത്തിനെ പറയുന്ന പേരാണ് ബ്ലാക്ക് ആംഗർ. ഇനി അടുത്ത രണ്ടാമത്തെ ദേഷ്യം പറഞ്ഞത് റെഡ് ആംഗർ. റെഡ് ആംഗറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദേഷ്യം വന്നപ്പോ വേറെ ആരും ഉപദ്രവിക്കാനും ഒന്നിനും പോകില്ല, നമ്മളെ തന്നെ സ്വയം ഉപദ്രവിക്കുക അല്ലേ? തലക്കൊക്കെ അടിക്കാറില്ല സ്വയം. ദേഷ്യം വരുമ്പോൾ നമ്മൾ തലക്കടിക്കും. ചിലര് ഇപ്പൊ കത്തി കൊടുത്ത് മുറിച്ചിട്ടിരിക്കും സ്വന്തം, ചിലര് പ്ലേറ്റ് ഒക്കെ എടുത്ത് എറിഞ്ഞിരിക്കും, ചിലർ ഗ്ലാസ് എടുത്തെറിയും, ചിലർ ഫ്രിഡ്ജൊക്കെ തള്ളി മറിച്ചിടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആർക്കുമല്ല, അവനവന്റെ തന്നെ സാധനങ്ങളോ ശരീരമോ ഉപദ്രവിച്ച് അല്ലെങ്കിൽ വേദനിപ്പിച്ച് നഷ്ടങ്ങൾ ഉണ്ടാക്കുക ഏതെങ്കിലും രീതിയിലൊക്കെ. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള ദേഷ്യങ്ങളും നമുക്ക് ആവശ്യമില്ലാത്തതാണ് എന്നുള്ള തിരിച്ചറിവ്. റെഡ് ആംഗറും ബ്ലാക്ക് ആംഗറും നമുക്ക് വേണ്ട. അപ്പൊ അങ്ങനെ മൂന്നാമത്തെ ആംഗറാണ് നോക്കുന്നത്. മൂന്നാമത്തെ ആംഗറാണ് വൈറ്റ് ആംഗർ. വൈറ്റ് ആംഗറിന്റെ പ്രത്യേകത അറിയോ? വൈറ്റ് ആംഗറിന്റെ പ്രത്യേകത, ഈ ദേഷ്യം കൊണ്ട് ആർക്കെങ്കിലും ഗുണം ഉണ്ടാവും. ഉദാഹരണം, നമ്മൾ വീട്ടിലെ കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നില്ലെങ്കിൽ അവരോട് ചിലപ്പോൾ കുറച്ച് ദേഷ്യപ്പെടും അല്ലേ? കുട്ടികളോട് ദേഷ്യപ്പെടും. അതുപോലെ ഓഫീസില് അവരുടെ സീനിയർ ഓഫീസർ ചിലപ്പോൾ ജൂനിയേഴ്സിനോട് സബോർഡിനേഴ്സിനോട് ഒന്ന് ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെട്ടിരിക്കും. ദേഷ്യപ്പെട്ടില്ലെങ്കിൽ എന്താവുക? ചിലപ്പോൾ എന്തെങ്കിലും റിസൾട്ട് കുറയുമ്പോഴായിരിക്കും ദേഷ്യപ്പെടുന്നുണ്ടാവുക. എന്തിനാ? ആ റിസൾട്ട് ഇമ്പ്രൂവ് ആവാനായിട്ട്. അതായില്ലെങ്കിൽ ഒരു പക്ഷെ അവനോടൊന്ന് ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും. റിസൾട്ട് വന്നില്ല, സീനിയർ ഓഫീസർ മിണ്ടാതിരുന്നു, സ്വാഭാവികമായിട്ട് അവനോടൊന്ന് ടെർമിനേഷൻ കൊടുക്കേണ്ടി വരും. നേരെ മറിച്ച് ആ സീനിയർ ഓഫീസർ കൃത്യമായിട്ടൊന്ന് വിളിച്ച് അവരൊന്ന് ഉപദേശിക്കും, കുറച്ച് ചെറിയ രീതിയിലൊക്കെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇത്തിരി ദേഷ്യപ്പെട്ടാലോ അവർ റിസൾട്ട് കൊണ്ടുവന്ന് വീണ്ടും അവിടെ തന്നെ ഉണ്ടാവും. ഇതുപോലെ നമ്മളുടെ ദേഷ്യപ്പെടൽ കൊണ്ട് മറ്റൊരാൾക്ക് ഗുണം ഉണ്ടാവുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ നിങ്ങളുടെ സീനിയർ ഓഫീസേഴ്സ്, നിങ്ങളുടെ ടീമിൽ എല്ലാവർക്കും ടീമുണ്ടല്ലോ, ഈ ടീമിലെ സീനിയർ ഓഫീസേഴ്സ് നിങ്ങളെ വിളിച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ കറക്റ്റ് 8 മണിക്ക് സൂമിൽ കയറാൻ പറയുന്നു. സൂമിൽ കയറാൻ പറഞ്ഞ് കയറി ആദ്യ ദിവസം 1, 2 ദിവസം, 3 ദിവസം, 4 ദിവസം, 5 ദിവസം, ഒരാഴ്ചയൊക്കെ വിളിച്ചിട്ട് നോർമലി പറയും സൂമിൽ കയറില്ല, ഇത് ഇങ്ങനെ പറഞ്ഞു. ഇതെന്റെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നെയും കയറുന്നില്ല എന്ന് കാണുമ്പോ ചിലപ്പോൾ പറയും, നീ ഇങ്ങനെ ശരിയാവില്ല, ഇങ്ങനെ കഴിഞ്ഞാൽ നിന്റെ ജൂനിയേഴ്സ് എല്ലാം കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ ടീമിനെ വളർത്താൻ പറ്റാം, കറക്റ്റായിട്ട് സൂമിൽ കയറണ്ടേ, കാര്യങ്ങൾ നോട്ട് ചെയ്യണ്ടേ, നമുക്കറിയാത്ത പല കാര്യങ്ങളെ കൊണ്ട് പഠിപ്പിക്കുന്നത്
ഇത്രയും കാലം ഇങ്ങനെയല്ലേ ജീവിച്ചു, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ അല്ലേ? ചേട്ടാ അജീഷിനോട് ചോദിക്കണ്ട നമുക്ക്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ എന്തായി, അജീഷിനെ സംബന്ധിച്ചവിടെ അതുകൊണ്ട് ഗുണമുണ്ടാവും. അങ്ങനെ ഗുണത്തിന് വേണ്ടി നമുക്കൊരാളോട് ദേഷ്യപ്പെടുമ്പോ അതിനെ പറയുന്ന പേരാണ് വൈറ്റ് ആങ്കർ. ഈ വൈറ്റ് ആങ്കർ നമുക്ക് ആവാം. ഇത് ചെപ്പുറത്ത് വേണമെന്നില്ലട്ടോ, ആവുകയാണെങ്കിൽ തന്നെ ഇതേ ഉള്ളൂ വൈറ്റ് ആങ്കർ. അപ്പൊ ഇതില് ഈ ആങ്കർ എന്ന് പറയുമ്പോൾ അതില് ബ്ലാക്കും റെഡും നമ്മുടെ ബ്രെയിനിൽ എടുത്ത് കളയാം. ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോണിൽ കുറെ ആപ്പ് ഉണ്ട്, കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ആപ്ലിക്കേഷൻസിൽ ആവശ്യമുള്ള ആപ്പുകൾ മാത്രം അവിടെ നിർത്തുന്നു, ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യും, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നു. ഓക്കെ, നെക്സ്റ്റ് പ്രൊക്രാസ്റ്റിനേഷൻ. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മലയാളം അർത്ഥം എന്താ? നാളെ നീള എന്ത് ചെയ്യാനുണ്ടെങ്കിലും പിന്നീടേക്ക് മാറ്റി വയ്ക്കുക. അതിപ്പോ എറണാകുളത്ത് പ്രോഗ്രാമിനെ പോണ്ടേ, അത് അടുത്ത പ്രോഗ്രാമിനാവാം. രാവിലെ സൂമിൽ കയറണ്ടേ, നാളെ പോലും കേൾക്കണം. പിന്നെ നമുക്ക് ഈ മാസം കോണ്ടസ്റ്റ് ഒക്കെ അച്ചീവ് ചെയ്താലല്ലേ നമുക്ക് പ്രൈസ് കിട്ടുക, അടുത്ത മാസം. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു പിന്തിരിപ്പൽ അല്ലെങ്കിൽ ഒരു മടിയൻ സ്വഭാവം കാണിക്കുന്ന അങ്ങനത്തെ ആൾക്കാർക്ക് ഇടയിൽ എവിടെയെങ്കിലൊക്കെ ഒരാളൊക്കെ ഉണ്ടാവും അല്ലെ? എവിടെയെങ്കിലൊക്കെ ചിലരുണ്ടാവും. വണ്ടി കാർ ഓടിക്കാൻ അറിയോ? ആ കാർ ഓടിക്കാൻ അറിയാം, ലൈസൻസ് ഇല്ല, ലൈസൻസ് എടുത്തിട്ടില്ല. എപ്പോഴുണ്ട്? അടുത്ത ആഴ്ച ചോദിക്കും, ലൈസൻസ് റെഡിയാ? ഇല്ല, അടുത്ത മാസം അല്ലെ? അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ എല്ലാ കാര്യത്തിലും പ്രൊക്രാസ്റ്റിനേഷൻ, എന്ത് മാറ്റി വെച്ച് നാളെ നീള നീട്ടിക്കൊണ്ടുപോവാ. അപ്പൊ അതിന് നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഡു ഇറ്റ് നൗ. ഓക്കെ, ഡു ഇറ്റ് നൗ, എപ്പോ ചെയ്യാം. അപ്പൊ APJ അബ്ദുൽ കലാം പറഞ്ഞൊരു കോട്ട് ഉപയോഗിക്കാറുണ്ട്, എന്തായിരുന്നു? നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യാം, ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പൊ ചെയ്യാം. ആ ഒരു തീരിലേക്ക് കൊണ്ടുവരാം. എങ്ങനെ? ഒന്നും നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കുന്നില്ല. നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യാം, ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പൊ ചെയ്യാം. ഡു ഇറ്റ് നൗ. അപ്പൊ അങ്ങനെ കൂടെ ആയി കഴിഞ്ഞാലോ? അപ്പൊ ഈ ഒരു പ്രോഗ്രാം നമ്മൾ മാറ്റി, പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റി. ഗ്രീഫിന്റെ മലയാളം ദുഃഖം അല്ലെ? ഗ്രീഫ് ദുഃഖം അല്ലേ മലയാളം അല്ലെ? അതെ, ദുഃഖം. യെസ്, ദുഃഖം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടാവാം. ചിലപ്പോൾ നമ്മുടെ വീട്ടിലാരെങ്കിലും, വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടാവും, എന്തെങ്കിലും വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവാം, നമുക്ക് ഇഷ്ടപ്പെട്ട സുഹൃത്ത് മരണപ്പെട്ടിട്ടുണ്ടാവാം, നമ്മൾ ഇഷ്ടപ്പെട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനം ചിലപ്പോൾ വിൽക്കേണ്ടി വന്നിട്ടുണ്ടാവാം, നമുക്കൊരു സാമ്പത്തിക നഷ്ടം വന്നതിന്റെ പേരിൽ ചിലപ്പോൾ വീട് വിൽക്കേണ്ടി വന്നിട്ടുണ്ടാവാം. ചിലപ്പോ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ദുഃഖങ്ങൾക്കുള്ളൊരു കാരണം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്നും അതോർത്ത് ദുഃഖിച്ചുകൊണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവും? എന്നും അതോർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുക കാര്യങ്ങളാണ് ഇല്ല. നമ്മളത് മറന്നു കളഞ്ഞില്ല. ലെറ്റ് ഗോ, വിട്ട് കളയണം അല്ലെ? വിട്ട് കളയാം. നമുക്ക് ആവശ്യമില്ലാത്ത എന്ത് ദുഃഖമാണെങ്കിലും, അതിപ്പോ ഈ പറഞ്ഞ രീതിയിൽ എന്ത് നഷ്ടപ്പെട്ടതാണെങ്കിലും അത് ഓർത്തിരുന്നുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. അതിന് പകരം അതിനും വലുത് തിരിച്ചു പിടിക്കാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ ദുഃഖത്തിന് നമ്മൾ മറന്നു കളയും. അടുത്തത് ഫൈറ്റ് ഫിയർ. ഫൈറ്റ് ഫിയർ മലയാളം ഫൈറ്റ് ഫിയർ. യെസ്, അതെ. നമുക്ക് പൊരുതി നേടുക എന്ന് പറയുന്നത്, ആ പൊരുതി നേടുന്നതിനോടുള്ളൊരു ഭയം. എന്തും ഫ്രീ ആയിട്ട് കിട്ടണം, അല്ലെങ്കിൽ ഒന്നും താനേ കിട്ടണം, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സംഭവമുണ്ട്. അതിന് ഒരു ഭയം ഉണ്ടാവുക. എന്തിന് ഞാൻ എന്നെ കൊണ്ടൊക്കെ പറ്റുമോ, എന്നെ കൊണ്ട് സാധിക്കുമോ, അങ്ങനെ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ വരിക? കോൺഫിഡൻസ് അല്ലെ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇടയിൽ വിട്ടു വരുന്ന പ്രൈഡ്, അഹങ്കാരം അല്ലെങ്കിൽ അഹംഭാവം അല്ലേ എന്റെ മലയാളം? യെസ്. അപ്പോ ഈ പ്രൈഡ് നമുക്ക് ഉണ്ടെങ്കിലുള്ള കുഴപ്പം എന്താ? നമ്മളെടുത്ത് ആരെന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കാൻ കൂട്ടാറില്ല. എനിക്കതൊക്കെ അറിയാം, എനിക്കറിയാത്തതായിട്ട് ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ആ ഒരു അഹങ്കാര ചിന്താഗതി നമുക്ക് ഉണ്ടാവുമ്പോ നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു ഒഴിഞ്ഞ ക്ലാസ്സിലേക്ക് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ നമ്മളെപ്പോഴും
കോർ വാല്യൂസിൽ ഒന്നാമത് എന്താ? കോച്ചബിൾ ആവാന്ന് പറഞ്ഞാൽ കോച്ചബിൾ ആവണമെങ്കിലും നമുക്ക് എല്ലാം അറിയാത്തവരെ പിന്നീട് കോച്ചബിൾ ആവാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മള് എപ്പോഴും ഒരു ഒഴിഞ്ഞ പാത്രം പോലെ, ഒഴിഞ്ഞ ഗ്ലാസ് പോലെ ഇരുന്നാലാണ് നമുക്ക് അതിലേക്ക് വീണ്ടും വീണ്ടും ഫില്ല് ചെയ്യാൻ പറ്റുക. അപ്പൊ ആ കാര്യത്തിൽ കൂടെ ശ്രദ്ധിക്കുന്നത് നമ്മള് ഒരു പ്രൈഡ്, ഒരു അഹങ്കാരമില്ലാത്ത ഒരാളായിട്ട് മാറുകയാണ്. പിന്നെന്താ? ഡിസപ്പോയിന്റ്മെന്റ്. ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നിരാശ. നമുക്ക് സാധാരണ നിരാശ പറയാനെ കുറിച്ചാണ് അല്ലെ? അപ്പൊ നമ്മൾ മാനസമേനെ വഴി നടക്കാറുണ്ട്. ഒരു നിരാശ, നമുക്ക് കിട്ടിയ കയ്യിലുണ്ടായിരുന്ന ഒരു സംഭവം പോയി എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ദുഃഖം. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കണം? അങ്ങനെ എന്ത് കാമുകി ആയിക്കോട്ടെ, കാമുകനായിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രതീക്ഷ വേണം. എങ്ങനെ? കാതിൽ കമ്മലിട്ടവൻ പോയാൽ, കടുക്കനിട്ടവൻ പോയാൽ കമ്മലിട്ടവൻ വരും. ഇവിടെ പോണെങ്കിൽ പോട്ടെ, അവൻ പോണെങ്കിൽ പോട്ടെ, വരും അതിനേക്കാൾ സുന്ദരി അല്ലെങ്കിൽ സുന്ദരൻ, അല്ലെങ്കിൽ അതിൽ നല്ല കാറ്, അതിൽ നല്ല വീട്, അതിൽ നല്ല സൗകര്യങ്ങൾ. അപ്പൊ എന്ത് പോയാലും നമ്മൾ നിരാശപ്പെട്ടിരിക്കാതെ അതിലും വലുതെന്തോ സംഭവിക്കാനാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് ഓർത്ത് നമ്മളൊന്ന് ആ രീതിയിലേക്ക് നമ്മളൊന്ന് പ്രോഗ്രാം ചെയ്യാം. എന്ത് വേണമെങ്കിലും നഷ്ടപ്പെട്ടോട്ടെ, നഷ്ടപ്പെട്ടവർക്ക് പോയിക്കോട്ടെ, എനിക്ക് അതിൽ തിരിച്ചു വരാനുണ്ട്. ഇപ്പൊ നമ്മുടെ തേനീച്ചയുടെ കാര്യം പലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്താ പറയാ? തേനീച്ചയുടെ കാര്യം എന്താ പറയാ? തേനീച്ചയുടെ കൂട്ടിൽ ചെന്നിട്ട് തേൻ എടുത്തിട്ട് പോകണം. അതിൽ മനുഷ്യന്മാര് തേനീച്ചയുടെ നോട്ടത്തിൽ മോഷ്ടിച്ചുകൊണ്ട് പോകണം, അല്ല എടുത്തോണ്ട് പോകണം. അപ്പോ ഈ തേനീച്ച ഇതൊന്നും കണ്ടിട്ട് കൂസയില്ലാതിരിക്കാണ്ടപ്പോ വേറൊരു ബട്ടർഫ്ലൈ ചോദിച്ചു, നിനക്ക് ഇങ്ങനെ വിഷമമൊന്നുമില്ലേ? നീ വളരെ ബുദ്ധിമുട്ടി എത്ര പൂക്കളിൽ കയറി ഇരുന്ന് എടുത്ത് തേൻ കൊണ്ട് സ്റ്റോക്ക് ചെയ്തതാണ്, അവന്മാര് കണ്ടില്ല ഈസിയായിട്ട് അടിച്ചോണ്ട് പോകും, നിനക്ക് ഇതിന് വിഷമമൊന്നുമില്ലേ, സങ്കടമൊന്നുമില്ലേ? അപ്പൊ തേനീച്ച എന്താ പറഞ്ഞ, അവർക്ക് തേനല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, തേനുണ്ടാക്കാനുള്ള കഴിവ് എന്തെങ്കിലുണ്ടല്ലോ എപ്പോഴും. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ സ്വയം നമ്മളൊന്ന് സന്തോഷിക്കും. എങ്ങനെ? ആശ്വസിക്കാം. പോട്ടെ, തേൻ പോണെങ്കിൽ പോട്ടെ, ഇനി തേനുണ്ടാക്കുക. എന്ത് നമ്മളേത് പോയാലും അല്ലേ, കാമുകനല്ലേ പോയുള്ളൂ, എനിക്ക് ഇനി പ്രേമിക്കാറിയില്ലേ? കാമുകിയല്ലേ പോയുള്ളൂ, എനിക്ക് ഇനി പ്രേമിക്കാറിയില്ലേ? എന്റെ 10 സെന്റ് സ്ഥലം വീടല്ലേ പോയുള്ളൂ, എനിക്ക് ഇനി ആഗ്രഹമാണെങ്കിൽ ഉണ്ടാക്കിക്കൂടെ? എന്റെ ആകെ 10 ലക്ഷം രൂപ നഷ്ടം വന്നോളൂ, ഞാൻ എത്ര കോടി ഉണ്ടാക്കാൻ കിടക്കണം? ഇങ്ങനെ ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ എന്തേ? അപ്പൊ അവിടെ നമ്മൾ പ്രോഗ്രാം ഒന്ന് മാറ്റി ചെയ്തു. ഓക്കെ. പിന്നെന്താ? വറി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിലും ഒരു ആദ്യം തോന്നും നമുക്ക് അല്ലേ, എന്തിലേക്ക് ഇറങ്ങിത്തിരിക്കണം എന്നുണ്ടെങ്കിലും ഇത് പുലിവാലാവോ, ഇത് പ്രശ്നമാവോ, ഞാനെങ്ങാനും ഇപ്പൊ ആൾക്കാരെന്നൊക്കെ ഇന്റഗ്രേറ്റഡ് ഫാമെന്നോ അല്ലെങ്കിൽ റിസോർട്ടും അല്ലെങ്കിൽ പ്ലാന്റേഷൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെന്നൊക്കെ ഫണ്ടൊക്കെ കളക്ട് ചെയ്ത് പുലിവാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവോ? ആദ്യം ഒരു നേരത്തെ പറഞ്ഞ സാധനം തന്നെ, അതിന്റെ വേറൊരു വേർഷൻ. അപ്പൊ അവിടെ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് എന്താ? വറി. യെസ്, നമുക്ക് കോൺഫിഡന്റ് ആയിരിക്കും. അവിടെ എന്ത് കാര്യം പറഞ്ഞാലും ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കണമെങ്കിൽ അത് നമുക്കത് നമ്മൾ ബാധിക്കില്ല. അപ്പൊ ഇത് മാറ്റിയിട്ട് നമ്മളവിടെ പകരം കോൺഫിഡൻസ് കൊണ്ടുവരാം. ലോൺലിനെസ്, നമുക്കൊരു ഒറ്റപ്പെടൽ തോന്നുന്നു പലപ്പോഴും തോന്നിയില്ല ഒറ്റപ്പെടൽ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പോ പലപ്പോഴും നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പിലാണ് അധികം ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പോ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ നമ്മൾ വിട്ടുപോവാ, താൽക്കാലികമായിട്ട് പിരിഞ്ഞു പോവാ, അല്ലെങ്കിൽ മരിച്ചു പോവാ, എങ്ങനെ പോയാലും ശരി അവിടെയൊക്കെ നമുക്കൊരു ലോൺലിനെസ് തോന്നാറുണ്ട്, ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുമ്പോൾ എന്ത് വേണം? ഉടനെ ആ ഒറ്റപ്പെട്ടെന്നുള്ള ഫീലിംഗ് ഒഴിവാക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ നമ്മൾ മാറും. വീട്ടിലാണെങ്കിൽ വീട്ടിൽ, നാട്ടിലാണെങ്കിൽ നാട്ടില്, വിദേശത്താണെങ്കിൽ വിദേശത്ത്, എവിടെയാണോ നമുക്ക് എവിടെ നിൽക്കുമ്പോഴാണോ ആ ലോൺലിനെസ് നമുക്ക് തോന്നുന്നത്, അതിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു അന്തരീക്ഷത്തിലേക്ക്, മറ്റൊരു പ്രത്യേക സാഹചര്യത്തിലേക്ക് നമ്മൾ മാറി പുതിയ ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പുതിയ ടീം അങ്ങനെ ആലോചിച്ച് നോക്കിയും. ഇപ്പൊ നിങ്ങളുടെ ടീം ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്തെന്ന് പറയാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും വളരെ വലിയൊരു ടീമുള്ള ഒരു ലീഡറാണെന്ന് വിചാരിക്കുക, ഒരു 100-500 ആൾക്കാരൊക്കെ നല്ല ടീമുള്ള ഒരു ലീഡറായിരുന്നു. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തോ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ആ സീനിയറുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടോ, അല്ലെങ്കിൽ ജൂനിയേഴ്സിന്റെ വേറെ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് ആ ടീം മൊത്തത്തിൽ ഇല്ലാണ്ടായിരിക്കും, സീറോയിലേക്ക് പോയത്, ഒന്നും അല്ലാണ്ടായിരുന്നു, കൈപിടിപ്പിച്ചില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ എന്തോ കാരണം കൊണ്ട്. പക്ഷെ അങ്ങനെ ഒറ്റപ്പെട്ടൊരു ഫീലിംഗ് ഇരിക്കുന്ന സമയത്ത് അതായത് എന്നും അയ്യോ ഞാൻ ഒറ്റക്കായല്ലോ ഞാൻ സങ്കടപ്പെട്ടിരുന്നാലും രക്ഷപ്പെടാൻ പറ്റുമോ? എന്തുവേണം? എന്ത് ചെയ്യും? പുതിയ ടീം ഉണ്ടാക്കണം.
അത് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ എക്സാമ്പിൾ ഇത് പറഞ്ഞപ്പോൾ കണക്ട് ചെയ്ത് പറയാൻ പറ്റിയ സാധനം പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമുക്ക് ബിസിനസ് കൊണ്ടുവരാനാണെങ്കിലും ടീം ഉണ്ടാക്കാനാണെങ്കിലും നമുക്ക് ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. റിസോഴ്സസ് നമുക്ക് ചുറ്റുമുള്ള ഈ ബിസിനസ്സിനോ നമുക്ക് ലൈഫിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമാണ്. റിസോഴ്സസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന നമുക്കുള്ള ഏറ്റവും വലിയ റിസോഴ്സസ് എന്താണെന്ന് അറിയോ? അതായത് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയ ഒരു കാര്യം അറിയാൻ പറ്റും. ലോകത്തില് 1 കോടിക്ക് മുകളിൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളുടെ എണ്ണം ഏകദേശം 50-60 ഉണ്ട്. 1 കോടിക്ക് മുകളിൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളുടെ എണ്ണം ഏകദേശം 50-60 ഇൻ ബിറ്റ്വീൻ. അപ്പോ നമ്മളിവിടെ കേരളത്തിന്റെ അവസ്ഥ എന്താ? കേരളത്തിലെ ജനസംഖ്യ എത്ര? കേരളത്തിൽ മാത്രം 3.5 കോടി ജനങ്ങളുണ്ട്. ഒരു രാജ്യത്ത് തന്നെ 1 കോടിക്ക് മുകളിൽ ജനസംഖ്യയുള്ള ഏകദേശം 60-ൽ താഴെ രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ മാത്രം 3.5 കോടിക്ക് മുകളിൽ ജനങ്ങളുണ്ട്. കേരളം പോട്ടെ, നമ്മുടെ ഇവിടുത്തെ 3 ജില്ല കൂട്ടിയാൽ എത്രയായി? കേരളത്തിലെ ഏത് 3 ജില്ല കണക്ക് കൂട്ടിയാലും ഏകദേശം 1 കോടിക്ക് മുകളിൽ ജനസംഖ്യ എന്ന് വെച്ചാൽ മറ്റൊരു രാജ്യത്തെക്കാളും കൂടി. അതായത് 150-150ഓളം രാജ്യങ്ങളിൽ ഈ പറയുന്ന 1 കോടിയിൽ താഴെ ജനസംഖ്യ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഏകദേശം 50-60 രാജ്യങ്ങളിൽ മാത്രമാണ് 1 കോടി മുകളിൽ ജനസംഖ്യ ഉള്ളൂ. കേരളത്തിലേക്ക് വന്നതിന് കേരളത്തിലെ 3 ജില്ലകൾ കൂട്ടിയാൽ തന്നെ 1 കോടിക്ക് മുകളിൽ ജനസംഖ്യ ഉണ്ട്. കേരളത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താ? കേരളം വിദ്യാസമ്പന്നമാണ്. മെഡിക്കൽ ഒരുപാട് മുന്നിലാണ്. മെഡിക്കൽ ഫീൽഡ്, അതായത് ഈ ആവറേജ് മരണനിരക്ക് നോക്കിക്കഴിഞ്ഞാൽ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 2-3 കുട്ടികൾ മാത്രമാണ് കേരളത്തിൽ മരിക്കുന്നത്. ഇന്ത്യയിലെ ആവറേജ് 21-22 അപ്പൊ ഇവിടെ നമുക്ക് റിസോഴ്സസ് ഉണ്ട്, വിദ്യാസമ്പന്നരാണ്, എല്ലാവർക്കും ജോലിയുണ്ട്, വരുമാനമുണ്ട്. നമ്മളിവിടുന്ന് കേരളം വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ കാണാം, ഒരു മനുഷ്യനെ കാണുന്നത് എത്രയോ കിലോമീറ്ററിൽ യാത്ര ചെയ്യണം. തമിഴ്നാട്, ആന്ധ്ര, കർണാടക ടൗൺ പരിസരത്തൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടാവും. അത് കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ എത്രയോ കിലോമീറ്ററിൽ പോയാൽ ഒരു വീട് ഒരു മനുഷ്യനെ കാണാൻ പറ്റുക. ഇവിടെയാണെങ്കിലോ കേരളത്തിൽ എല്ലായിടത്തും സിറ്റിയാണല്ലേ, എവിടെ നോക്കിയാലും സിറ്റി, ടൗണാണ്. അപ്പൊ ചെറിയൊരു 5-10 കിലോമീറ്റർ പോകുമ്പോൾ തന്നെ അതിന്റെ ഇടയിലൊക്കെ 2-3 ചെറിയ ചെറിയ ടൗണുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ ടൗണുകൾ ഉണ്ടാവും. അപ്പൊ കേരളത്തിൽ മാത്രം നമുക്കൊരു 3.5 കോടിക്ക് മുകളിൽ ജനങ്ങളുണ്ട്. തൃശ്ശൂർ ജില്ല, എറണാകുളം ജില്ല, പാലക്കാട് ജില്ല, 3 ജില്ല കൂട്ടിയാൽ തന്നെ 1 കോടിക്ക് മുകളിൽ ജനസംഖ്യ ഉണ്ട്. അപ്പൊ ഇനി ഇന്ത്യയിലാണെങ്കിലോ ഏകദേശം 140 കോടിക്ക് മുകളിൽ ജനങ്ങളുണ്ട്. അപ്പൊ നമ്മള് നിസ്സാരക്കാരാണോ? ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ നമ്മുടെ റിസോഴ്സസ് എന്താ? അത്ര വലിയ റിസോഴ്സസ് നമുക്കുണ്ട്. അപ്പൊ നമുക്കൊരു ലോൺലിനെസ്സിന് അവിടെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടാവും? ഇല്ല. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. നമ്മൾ എവിടെ ഇരുന്നിട്ടാണ് എപ്പോഴുള്ള നമുക്ക് ആ ലോൺലിനെസ് ഫീൽ ചെയ്ത് ഇത് ഞാൻ പറഞ്ഞു തരുന്നത്, ഇവിടെ നിങ്ങൾക്ക് അതൊക്കെ ഓവർകം ചെയ്ത് വന്ന ആൾക്കാരെന്ന് എനിക്കറിയാം. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എന്തിനാ? നമ്മൾ പലപ്പോഴും ഇനി നിങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തർ ആരാ? ഇവിടേക്ക് നിങ്ങൾ ഓരോരുത്തർ ആരാ? വലിയ ടീമിനെ നയിക്കാൻ പോകുന്ന വലിയ ലീഡേഴ്സാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജീവിതത്തില് ലീഡേഴ്സ് മാത്രം ജീവിതത്തിൽ വിജയിക്കുന്ന ഏതൊരാളാണെങ്കിലും എടുത്ത് നോക്കി അവരൊക്കെ ലീഡേഴ്സ് ആയിരിക്കും, നേതാക്കന്മാരായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വലിയൊരു ഗ്രൂപ്പ് ആളുകളുണ്ടാവും. അത് ഏത് മേഖലയിൽ നോക്കിയാലും, ബിസിനസ്സിലാണെങ്കിലും പൊളിറ്റിക്സിലാണെങ്കിലും ഏത് മേഖലയിൽ നോക്കിയാലും അവിടെയൊക്കെ ഉണ്ടാവും ആ ഒരു ലീഡറെ ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള നല്ല ഷോർട്ട് കട്ട് എന്താ? ഒരു ലീഡറാവും. ഒരു ലീഡർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതൊരാൾക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ലീഡർ ആവാന്ന് പറയുന്നത് നമുക്ക് ബൈ ബർത്ത് കിട്ടുന്ന ഒരു ടാലന്റ് അല്ല. ജന്മന പാട്ട് പാടുക, പടം വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാലന്റ് ആണ്. ജന്മന അതിനെന്തെങ്കിലും വാസന ഉണ്ടെങ്കിലും നമുക്കത് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു ലീഡർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് പ്രത്യേകിച്ച് ടാലന്റ് ഒന്നും ആവശ്യമില്ല. നമ്മളൊന്ന് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും, എവിടെ ഷെഫീഖ് എവിടെ? അല്ല, ഏത് ഷെഫീഖിന് വരെ ലീഡറാവും. ലീഡർ ആയിക്കഴിഞ്ഞു ഷെഫീഖ്. എന്താ ഷെഫീഖിനെ പറഞ്ഞെന്നറിയോ? പറയണേ. അപ്പൊ ഷെഫീഖിനെ ചോദിക്കുന്നറിയോ? ഷെഫീഖ് ഞങ്ങളുടെ കൂടെ ഏകദേശം 25 വർഷത്തിലധികമായിട്ട് ഞങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരുന്ന ഒരാളാണ് ഷെഫീഖ്.
ഷെഫീഖിന്റെ മേഖല എന്ന് പറയുന്നത് ഇവന്റ് മാനേജ്മെന്റ്, സ്റ്റേജ് ഡെക്കറേഷൻ, സ്റ്റേജ് ഡെക്കറേഷന്റെ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുന്നതാണ് ഷെഫീഖ്. അപ്പൊ ഞങ്ങളുടെ വർക്കുകൾക്കൊക്കെ ഇവന്റ് മാനേജ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റേജുകളും ഡെക്കറേഷനും ഒക്കെ ചെയ്തു തരുന്നതാണ് ഷെഫീഖിന്റെ വർക്ക്. അപ്പൊ ആ വർക്ക് ചെയ്യാനായിട്ട് ഷെഫീഖിന് കാര്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, വിദ്യാഭ്യാസം ഒന്നും വേണ്ട എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ് ഷെഫീഖ് ആ മേഖല തെരഞ്ഞെടുത്തത്. പക്ഷെ ഇവിടെ നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ഷെഫീഖിന് വല്ലാത്തൊരു കോംപ്ലക്സ് ആയിരുന്നു. ഈ ലൈഫിൽ രക്ഷപ്പെടണം, കാശുണ്ടാക്കണം, കോടീശ്വരനാണെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ അറിയാത്ത ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നാലാളെ മുമ്പിൽ സംസാരിക്കും? എനിക്ക് തോന്നുന്നത് 2000-2001 സമയത്തൊക്കെ നമ്മൾ കമ്പനി സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഷെഫീഖിനെ നമ്മുടെ ഓഫീസിൽ, അന്ന് കൊറോണ ലോക്ക്ഡൌൺ സമയമാണല്ലോ, അപ്പൊ വലിയ പ്രോഗ്രാമുകളൊന്നുമില്ല. ഓഫീസിന്റെ അകത്ത് മാക്സിമം ഒരു 30-40 പേരെ വെച്ച് നടത്തുന്ന പ്രോഗ്രാമുകളാണ് നടക്കാറുള്ളത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ വന്നാൽ തന്നെ ഷെഫീഖ് ഏതെങ്കിലും മൂലയെ പോയിട്ട് ഒളിച്ചിരിക്കും. ഒരു വെള്ളം വിട്ടിട്ട് മൂലയെ പോയിട്ട് ഒളിച്ചിരിക്കും. ഷെഫീഖ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അറിയാത്ത പോലെ അങ്ങോട്ട് നോക്കിയിരിക്കും. എന്നാൽ ഇവിടെ വന്നത് ജസ്റ്റ് ഒന്നുമില്ല, ഒന്ന് വന്ന് ആ പേര് സ്ഥലം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറഞ്ഞാൽ വിളിക്കരുത്. അതിന് പോലും വെറുതെ പറയാം. എന്നിട്ട് പറയും എനിക്ക് ഭയങ്കര മറവിയാണ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എട്ടാം ക്ലാസ്സിൽ 4-5 ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ. ഇപ്പൊ എത്ര പേരുടെ ടീമിന്റെ ലീഡറാ? എന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു എന്തായാലും 1000 മുകളിൽ മെമ്പേഴ്സ് ഉള്ള ഒരു ടീമിന്റെ ലീഡർ, ലക്ഷങ്ങൾ വരുമാനമാകുന്ന ഒരു ലീഡർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അങ്ങനെ നമുക്കൊരു ലീഡറായി മാറണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് മറ്റ് തടസ്സങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ലോൺലിനെസ് എപ്പോ തോന്നുന്നോ അപ്പോഴൊക്കെ ഒന്ന് ഇറങ്ങി നമ്മുടെ ചുറ്റിലേക്ക് നോക്കും. നമ്മുടെ ചുറ്റിലുള്ള റിസോഴ്സസ്, നമ്മുടെ ജില്ല എന്താണ്, നമ്മുടെ സ്റ്റേറ്റ് എന്താണ്, നമ്മുടെ സ്റ്റേറ്റിന്റെ പൊട്ടൻഷ്യൽ എന്താണ്, നമ്മൾ ഓരോരുത്തരും ചുറ്റുപാട് എന്താണ്, നമ്മളുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഇത്രയും റിസോഴ്സസ് ഉള്ള ഒരു രാജ്യം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ന് റോഡിലേക്ക് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര ബ്രാൻഡ് കാറുകളാണ് അല്ലെ? ഒരു 15 കൊല്ലം മുമ്പൊന്നും ഇല്ലാതിരുന്ന എത്ര ബ്രാൻഡ് കാറുകളാണ്, അല്ലെങ്കിൽ ഓരോ ബ്രാൻഡിന്റെയും എത്ര മോഡൽ കാറുകളാണ് ഓരോ ദിവസം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം റോട്ടിലില്ലേ? ഏതെങ്കിലും ഒരെണ്ണം ഫ്ലോപ്പ് ആവുന്നില്ല. ഒരു കാര്യം ഉറപ്പണി, ഇറങ്ങുന്ന എല്ലാ കാറുകളും ഒരേ ക്വാളിറ്റി ഉള്ളതൊന്നും ആവണമെന്നില്ല അല്ലെ? ഡിഫറെന്റ് ആയിരിക്കും. എല്ലാത്തിനും ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതും കംപ്ലൈന്റ് ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഉണ്ടാവും. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തിറക്കിയാലും ഇവിടെ സക്സസ് ആണ്. അത് 2 വീലർ ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, എന്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അതെല്ലാം ഇവിടെ വിറ്റ് പോകും. അങ്ങനെയുള്ളൊരു മാർക്കറ്റില് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇത്രയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വിറ്റ് കഴിക്കാൻ നമുക്ക് എന്തെങ്കിലും പണിയുണ്ടാവും. എന്നാലോ നമ്മുടെ നാട്ടിലാണെങ്കിൽ മിഡിൽ ക്ലാസ് ആൻഡ് ബിലോ ആയിട്ടുള്ള 90-95% ആളുകളുണ്ട്. ഇപ്പൊ പൈസക്ക് ആവശ്യമുള്ള ആൾക്കാരുണ്ടോ? അതുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നോ അല്ലെങ്കിൽ സേവിങ്സ് എന്താണെന്നോ അറിയാത്ത ആളുകളുണ്ടോ? അവരാണ് ഭൂരിഭാഗം ഉള്ളവര്. പിന്നെ നമുക്കൂടെ എന്ത് നോക്കാൻ? ഒന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട താമസമല്ലേ ഉള്ളൂ. എന്തിനാണ് ലോൺലിനെസ്? നിങ്ങൾക്ക് ഉണ്ടായിരുന്ന 15,000 രൂപയുടെ ജോലി പോയി, നിങ്ങൾക്കുള്ള 25,000 രൂപ ശമ്പളം ഉണ്ടായിരുന്ന ജോലി പോയി. എന്തിനു വിഷമിച്ചിരിക്കണം? നിങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? നിങ്ങളുടെ ഫീൽഡിൽ ഇറങ്ങി പറയേണ്ടത് പറഞ്ഞിരുന്നു. നിങ്ങൾ ലീഡർ ആവാൻ പോലേ. അപ്പൊ ലീഡർ ആവുമ്പോ ആ ലീഡർക്ക് എന്ത് വേണം? അണികളെ കൂടെ നിർത്താനുള്ള, അവർക്ക് ആവേശം പകർന്നു കൊടുക്കാനുള്ള കരുത്തുണ്ടാവണം, അതിനുള്ള നോളജ് ഉണ്ടാവണം, അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതൊക്കെ നമ്മൾ ഇവിടുന്ന് ഓരോ ദിവസവും നമ്മൾ ഗ്രാബ് ചെയ്ത് നിങ്ങളൊരു ലീഡറായിട്ട് മാറാം. ലീഡേഴ്സിനാണ് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു MBBS പഠിച്ച് ഡോക്ടർ ആവാനോ, LLB പഠിച്ച് ഒരു വക്കീലാവാനോ, ഒരു BEd പഠിച്ചൊരു ടീച്ചർ ആവാനോ, അങ്ങനെ ഏത് മേഖല പഠിച്ച് നിങ്ങൾ ഇനിയൊരു അടുത്തൊരു ലെവലിലേക്ക് പോകാനോ ഇനി നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. അതൊന്നും ഇനി പോസിബിൾ അല്ല. ഇന്ന് എന്താണ് നിങ്ങൾക്കുള്ളത് അതിലൊതുങ്ങി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുമ്പ് ആകെയുള്ള ഒരു പോസിബിലിറ്റി അല്ലെ? അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ചുകൊണ്ട് നമുക്ക് ഏതറ്റം വരെ പോകാനും ഉള്ള ആ എല്ലാ റിസോഴ്സസിന്റെ മലയാളത്തിൽ സ്രോതസ്, അനുകൂലമായ സാഹചര്യം, അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മുടെ ചുറ്റിലുണ്ട്. അതൊന്ന് കണ്ടു കണ്ടാൽ മാത്രം മതി. നമുക്കൊരു ഒറ്റപ്പെടലിന്റെ ആവശ്യമില്ല. പിന്നെന്താ അടുത്ത അനാവശ്യമായിട്ടുള്ള പ്രോഗ്രാം? ഷൈനസ്, നാണം. പലർക്കും നാണം ഉണ്ടാവില്ലേ? നാണില്ലാത്ത ആരെങ്കിലും കൈവയ്ക്കുക. അപ്പൊ ചിലർക്ക് നാണമോ? നാണുള്ളവരും കൈവയ്ക്കുക. നാണുള്ളവരല്ല, കൺഫ്യൂഷൻ ആയില്ലേ? ഓക്കെ, യെസ്. പലരും ഉണ്ടാവില്ലേ? നമുക്ക് ഒരു പബ്ലിക്കിനെ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ
ഒന്ന് ഇൻഡിവിജ്വലി സംസാരിക്കാനോ നമുക്ക് അറിയാവുന്ന ഒരു കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാനൊക്കെ ഇതിനും ഒരു ഒരു നാണം, ഞാൻ പറഞ്ഞാൽ ശരിയാവോ, തെറ്റിപ്പോവോ, അങ്ങനെയുള്ള ഒരു നാണം വെച്ചിട്ട് അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ നിൽക്കാനോ ഒന്ന് വായ തുറന്ന് സംസാരിക്കാനോ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും മടിയുള്ള ആൾക്കാരുണ്ടോ? അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് വേണം? അതിന് ഓപ്പോസിറ്റ് അതെ കറക്റ്റ്, എന്റെ കൂട്ടത്തിൽ പറയുന്നത്. അപ്പൊ എവിടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം കാണിക്കാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മുടെ മുഖം കാണിക്കുക, എവിടെയൊക്കെ നമ്മുടെ ശബ്ദം ഉയർത്താൻ പറ്റുമോ അവിടെയൊക്കെ നമ്മുടെ ശബ്ദം ഉയർത്തുക. അപ്പൊ അങ്ങനെ ധൈര്യശാലി ഏറ്റുമാറുക. അപ്പൊ അതും കൂടെ ആയിക്കഴിഞ്ഞാലോ നമുക്കിവിടെ അടുത്ത പുതിയൊരു പ്രോഗ്രാമുകൾ കഴിയും. ഇനി റിവെഞ്ച്, പ്രതികാരം, മറ്റുള്ളവരോടുള്ള പ്രതികാരം. നമുക്കൊരാളോട് എന്തെങ്കിലും കാരണത്തിൽ നമുക്കൊരു പ്രതികാരം മനസ്സിലുണ്ടെങ്കിൽ, നമുക്ക് മുമ്പ് ഒരു പണി കിട്ടിയിട്ടുണ്ട്, ആ പണി തിരിച്ചു കൊടുക്കണം എന്നുള്ള ചിന്തയായിട്ടാണ് നമ്മൾ ഇങ്ങനെ നടക്കണം. ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ മണിക്കൂറും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ എനിക്കിട്ട് തന്ന പണിക്ക് തിരിച്ചൊരു പണി കൊടുത്തില്ലെങ്കിൽ എങ്ങനെ ശരിയാവുക? ശരിയല്ല, അങ്ങനെ തന്നെയല്ലേ ചിന്തിക്കാറ് അല്ലേ? ആ വഴി തരാത്ത പാർട്ടിയോട് എന്തോ വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. അതാണ് വെച്ചത്. അപ്പൊ നമുക്ക് അങ്ങനെ പല പല ആൾക്കാരോടും പല റിവെഞ്ചുണ്ടാവും. ട്രാഫിക്കാരോട് റിവെഞ്ചുണ്ടല്ലോ ഇല്ലേ? ഇല്ല. കളിയാക്കിയവരോട് എടാ റിവെഞ്ച് ഉണ്ട്, എല്ലാവരും കൊണ്ട് റിവെഞ്ച് അല്ലേ? അപ്പൊ ആ റിവെഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് ഈ കൊണ്ടു നടക്കുമ്പോ എന്താ നമ്മൾക്ക് സംഭവിക്കുന്നത്? റിവെഞ്ച് നമുക്കൊരാളോട് അവിടെ കഥ പറയാം. അപ്പൊ റിവെഞ്ച് എന്ന് പറയുന്നത് പലതരത്തിലാവാം. എങ്ങനെ? നമുക്കിട്ട് രണ്ടെണ്ണം തന്ന ആൾക്കളെ തിരിച്ചു കൊടുക്കാം. നമുക്കിട്ട് ഏത് തരത്തിലുള്ള പണിയാണോ ആ രീതിയിൽ നമുക്ക് പണി തിരിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു റിവെഞ്ച് എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് വേറെ റിവെഞ്ച് ആവാം. സ്വീറ്റ് റിവെഞ്ച്. ഈ സ്വീറ്റ് റിവെഞ്ച് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോ നമ്മുടെ അടുത്തൊരു ഫ്രണ്ട് ഒരു കാറ് വാങ്ങി, ഒരു മിനി കൂപ്പർ വാങ്ങി. അടുത്തൊരു ഫ്രണ്ട് നല്ല ഗ്രീൻ കളർ മിനി കൂപ്പർ ഫ്രണ്ട് വാങ്ങി. അപ്പൊ ഫ്രണ്ട് ജാട കാണിക്കാനായിട്ട് നമ്മൾ കാണിക്കാനായിട്ട് വന്നപ്പോ ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ചോദിച്ചപ്പോ വേണ്ട ഇത്തിരി പവറും കൂടുതൽ പെട്ടെന്ന് കൈ നിൽക്കൂല, വേണ്ട ശരിയല്ല ചേട്ടൻ പറഞ്ഞാലേ കുഴപ്പമാണ് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തരാതിരിക്കും. പുതിയ വണ്ടിയിൽ നമ്പർ പോലും എടുത്തിട്ട് എടുത്താൽ തന്നെ കൊണ്ടുവന്നിരിക്കുക. അവന്റെ അടുത്ത് നമ്മൾ എങ്ങനെ വെഞ്ചി അവിടെ കാറ് തന്നെ പിടിക്കും, കാറ് കത്തിക്കോ, തെരു വിളിക്കോ? ഇല്ല. പക്ഷെ അവിടെ റിവെഞ്ച് ഉണ്ട് അല്ലേ? നമുക്ക് കാറ് ഓടിക്കാറിയാത്താവുന്നല്ല, പക്ഷെ കാറ് ഓടിക്കാൻ ചോദിച്ചപ്പോ തന്നില്ല. അവിടെ നമുക്ക് തോന്നുന്ന റിവെഞ്ച്. അപ്പൊ നമുക്കത് എങ്ങനെ വീട്ടാ? സീറ്റ് റിവെഞ്ച്. എങ്ങനെ? അതേപോലെ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ, നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ആൾക്ക് അറിയാം, അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പൊ അന്നൊരു ഡേറ്റ് കുറിച്ചിട മനസ്സിൽ, പൊന്ന് മോളെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമ്മള് നല്ല സിനിമയില് ഇന്നസെന്റ് പറഞ്ഞ പോലെ ഞാൻ എന്റെ മിനി കൂപ്പറിൽ ഞാൻ വരും, വന്നിട്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞ പോലെ ഈ മിനി കൂപ്പർ ഓടിച്ചിട്ട് ഈ ഫ്രണ്ടിന്റെ അടുത്ത് ചെന്നിട്ട് പറയണത് ഞാൻ വണ്ടി എടുത്ത് ഇന്ന് ഓടിച്ചു വയ്ക്കാൻ വേണ്ടി കീ കൊടുക്കണം. നമുക്ക് തരാത്തത് കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടാവും? ഒന്ന് ആലോചിച്ച് പ്രശ്നമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ മിനി കൂപ്പർ എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ എന്താണെങ്കിലും എടുക്കുക, അതന്നെ ആയിക്കോട്ടെ, അതങ്ങനെ ഒന്നും പോകച്ചോ, എങ്ങനെ ഒന്ന് രീതിയിൽ എണ്ണൊഴിച്ചോ. അപ്പൊ അങ്ങനെ ലിൻറ്റുവിന് എന്തോ ഒരു കഥ പറയാൻ ഉണ്ടാവുമല്ലോ. തന്നെ വിളിച്ചോ, ഈ വൈകി വിളിച്ചോ. ഓക്കെ, എനിക്കറിയാമല്ലോ സാറിനെ വിളിക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട് ആ ഒരു കഥ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നടന്നൊരു കാര്യമായിട്ട് അങ്ങനെയാണല്ലോ പറയുന്നത്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാർ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങള് രക്ഷപ്പെടില്ല എന്ന് എഴുതി ഉറപ്പിച്ച് വെച്ചിരുന്ന ഒരു കൂട്ടമുണ്ട്. അത് മറ്റാരല്ല, ഞങ്ങളുടെ സ്വന്തം നാട്ടുകാർ തന്നെ. കാരണം നമ്മൾ വിചാരിക്കുന്നതിലും എക്സ്ട്രീമിൽ നമ്മളുടെ ജീവിതം മാറുക എന്നൊക്കെ ഞങ്ങൾ എന്താണെന്ന് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതായത് നാട്ടിൽ പോലും നിൽക്കാൻ പറ്റാതെ, അത് കടബാധ്യത മാത്രമല്ല, വേറൊരു വിഷയം ഞങ്ങളുടെ എന്താ പറയാ, ഞങ്ങളെ തന്നെ നശിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയം. അത് ഞാൻ ഇപ്പൊ പറയത്തില്ല സാർ, അത് പിന്നെ പറയാം അല്ലെ, അത് പിന്നെ പറയാം. ഓക്കെ. അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്കും അത് ഞാനിങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ബൈബിളിൽ അറിയാതെ നോക്കും. ഓക്കെ.
അപ്പോ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സമയത്ത്, കല്യാണം പോലും നടക്കുമോ എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയത്തും ഒക്കെ ആ ഒരു ടൈമില് ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് എഴുതി ഉറപ്പിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളും അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്വന്തം വീട്ടുകാരും, അതുകൂടെ പറയണം. കാരണം ഞാൻ ഇത് പറയുമ്പം എന്റെ ഫാമിലി ആയിട്ട് മാത്രം ഞാൻ പറയുന്നതാണ്. അവരും ഇനിയും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വരും. നിങ്ങൾ അവരോട് ആ ഒരു രീതിയിൽ ഒന്ന് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തേക്കരുത്. കാരണം എന്താന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയില്ലായിരുന്നു. അന്ന് അവര് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ വളർത്താൻ അറിയാത്ത അപ്പൻ നയിച്ചിട്ട് അവരെവിടെ എത്താനാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അവിടുന്ന് തുരത്തി വിട്ടിരുന്ന ഒരു സമയമുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കോട്ടയത്ത് എത്തിയതും അങ്ങനെയാണ് ഞങ്ങൾ എറണാകുളത്ത് എത്തിയതും. അങ്ങനെ ഞങ്ങളുടെ ഒരൊറ്റ ലക്ഷ്യം, സാർ ചോദിച്ചില്ലേ വൈ, എന്തിനിവിടെ വന്നു? നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഡിഗ്നിറ്റിയെ തിരിച്ചു പിടിച്ചുകൊണ്ട് വിജയിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ എത്തിച്ചത്. അപ്പോൾ അങ്ങനെ ആ ഒരു ചിന്ത ഞങ്ങളെ നയിച്ചപ്പോഴേക്കും സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരി 25 അല്ല വീട്ടിലെ ഡേറ്റ് അറിയില്ലേ, ജനുവരി 25 ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞവരുടെ ഒക്കെ മുൻപിൽ ആദ്യമൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടി കാണിക്കാനായിട്ട് പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഷോ ആണല്ലോ, ഓഫ്കോഴ്സ് സ്വീറ്റ് റിവഞ്ച് ആണല്ലോ. അപ്പൊ വണ്ടി കാണിക്കാൻ പറ്റില്ല. കാരണം വാതുക്കൽ ഈ പ്രദക്ഷിണം എന്ന് പറയും വാസ, അത് ഇറങ്ങിയ സമയം വണ്ടി അങ്ങോട്ടൊന്നും കടത്തി വിടുന്നില്ല. അപ്പൊ ഞങ്ങള് കുറേ ദൂരത്തുനിന്ന് ഇറങ്ങി നടന്നു വരുമായിരുന്നു. അപ്പൊ ഞങ്ങളെ ആ ഒരു വണ്ടിയൊന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഏറ്റവും അവസാനം ഈ പറഞ്ഞ വെടിക്കെട്ടും കാര്യങ്ങളും വേലവിളിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യം ലിൻസൺ വാതുക്കെ കൊണ്ട്, അതായത് പള്ളിയുടെ തൊട്ട് വാതുക്കെ കൊണ്ട് ആ വണ്ടി കൊണ്ടങ്ങി ഇട്ടിട്ട് വന്ന് പറയുവാണ്, അതായത് ഒരാള് ഞങ്ങളെ കളിയാക്കി മൊത്തത്തില് ബേക്കറിക്കാരന്റെ മകൻ, അതായത് എന്റെ പപ്പ ഒരു ബേക്കറിയില് സോണൽ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരുപാട് നാൾ അതിനു വേണ്ടിയിട്ട് നിന്നു. അത് ഒരുപാട് നാൾ അവർക്ക് വേണ്ടിയിട്ട് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു. പക്ഷെ അവിടുന്ന് ഒരു കറിവേപ്പില പോലെ പുറത്താക്കിയപ്പോഴും അന്ന് പറഞ്ഞു ബേക്കറിക്കാരന്റെ മക്കൾക്ക് എവിടം വരെ എത്താൻ സാധിക്കുമെന്ന് ചോദിച്ച അവര് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇതാണ് മോനെ റിവഞ്ച്, നിങ്ങൾ വിജയിച്ചു, വളരെയധികം സന്തോഷം. ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾ വിജയിക്കും ഞങ്ങൾക്ക് അപ്പോഴേ അറിയാറുള്ളൂ. അത് ആലോചിച്ചേക്ക്, എങ്ങനെ വിജയിക്കത്തില്ല എന്ന് ഞങ്ങളുടെ മുന്നേ വെച്ച് പറഞ്ഞിട്ടുള്ള. അതിനോടൊപ്പം തന്നെ ജസ്പേയിൽ ഞാൻ ആദ്യം വന്നപ്പോ അന്ന് ഒരു 1000 രൂപയുടെ ഒരു എന്താ പറയുക പ്രീമിയം കസ്റ്റമർഷിപ്പ് ഉണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 3-4 വീട്ടിൽ കയറിയപ്പോ അപ്പൊ തന്നെ എന്റെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ആള്, ഞാൻ പേര് പറയുന്നില്ല, ഏറ്റവും അടുത്ത ആള് കുറെ പേരോട് വിളിച്ചിട്ട് പറയാം, അവളുടെ കടം തീർക്കാൻ വേണ്ടി കാശ് പിരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അവൾക്ക് പൈസ കൊടുത്തിട്ട് ഞങ്ങളോടൊന്നും പറഞ്ഞു വന്നേക്കരുത് എന്ന് പറഞ്ഞ അതേ ആള് ഞങ്ങളോട് പറയാ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അന്നേ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ സക്സസ് ആകുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. സത്യം പറഞ്ഞ സാറ് പറഞ്ഞ ആ ഒരു സ്വീറ്റ് റിവഞ്ച് ഉണ്ടല്ലോ, ഇതാണ്. അതായത് ഒരു റീലിൽ കണ്ടൊരു കാര്യമുണ്ട്, ലഹരി കുത്തിക്കയറ്റം, അതായത് മരുന്നടിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറിഞ്ച് കുത്തി വെക്കുന്നതോ ഒന്നും തന്നെ ലഹരി. ജയിക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച് മുദ്ര കുത്തിയവരുടെ മുമ്പിൽ ജയിച്ച് BMW-യിലും മോഡിയിലും അതിനോടൊപ്പം തന്നെ ലക്ഷങ്ങൾ വരുമാനം മേടിക്കുന്നവർ ആയിട്ട് എത്തുന്നതാണ് സ്വീറ്റ് റിവഞ്ച്. അതാണ് സാറ് പറഞ്ഞ ആ ഒരു കാര്യം. സോ താങ്ക് യു സോ മച്ച് എവരിവൺ. താങ്ക് യു സർ. നല്ലൊരു ക്ലാപ്പ്. സ്വീറ്റ് റിവഞ്ച് എന്തെങ്കിലും എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം എന്താണെന്ന് പറഞ്ഞ് നമ്മുടെ ബ്രെയിനിന്റെ അകത്തുള്ള പ്രോഗ്രാംസ്. ഇവിടെ രാവിലെ നമ്മൾ പറഞ്ഞു, ഈ ഭൂമിയെ തന്നെ നശിപ്പിക്കാനുള്ള ഹൈഡ്രജൻ ബോംബ് കണ്ടുപിടിച്ചതും മനുഷ്യനാണ്. 900 പേരെ കയറ്റി മണിക്കൂറുകളോളം യാത്ര ചെയ്യാൻ, ആകാശത്തോടെ യാത്ര ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള എയ്റോപ്ലെയിൻ കണ്ടുപിടിച്ചതും മനുഷ്യനാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ UK-യിലെ US-ൽ ഇരുന്നുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പേഷ്യന്റിനെ സർജറി ചെയ്യാനുള്ള കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്നതും. ഇനി പിന്നെ AI-നെ കുറിച്ച് പറയണ്ട അല്ലെ, എത്രയും ടെക്നോളജികൾ വന്നു. ഇതെല്ലാം സംഭവിച്ചത് മനുഷ്യന്റെ ബുദ്ധിയിലൂടെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ഇനി ലൈഫിൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. ഇത് എന്താണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ള പണി? നമ്മൾ ഇത്രയും വർഷം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള, നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള, നമ്മൾ പ്രാക്ടീസ് ചെയ്ത അതിനെ പഠിച്ച കാര്യങ്ങളെല്ലാം ഈ ബ്രെയിനിന്റെ അകത്ത് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ആവശ്യത്തിനുള്ളത് എന്താണോ അതിനേക്കാൾ കൂടുതൽ ആവശ്യമില്ലാത്തതാണ് ബ്രെയിനിന്റെ അകത്തുണ്ട്. ശരിയല്ലേ? ആവശ്യമുള്ളത് കുറച്ചുള്ളൂ, ആവശ്യമില്ലാത്തത് ഒരുപാടുണ്ട്. അപ്പൊ ഈ ആവശ്യമില്ലാത്തതൊക്കെ വലിച്ചത് പുറത്തേക്കിട്ട് ആവശ്യമുള്ളത് മാത്രമായിട്ട് നേരെ ഓപ്പോസിറ്റ് ഒന്ന് വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ലൈഫിൽ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ആ ഒരു നമ്മൾ ഇന്നോട് കൂടിയിരിക്കുന്ന എന്തിനാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ മെയിൻ അജണ്ട എങ്ങനെ 2 crore 2 കോടിയിലേക്ക് എങ്ങനെ എത്താം, എങ്ങനെ ഫ്രാങ്ക്ലിൻ ഹെവൻ വില്ല സ്വന്തമാക്കാം എന്നുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ കാലതാമസം ദൂരമൊന്നുമില്ല. ആ എത്ര ദൂരമുണ്ട്, എത്ര കാലതാമസമുണ്ട്? ഞാൻ പറയും ഈ പ്രോഗ്രാമുകൾ മാറ്റി ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാലതാമസം. നമുക്ക് ആവശ്യമില്ലാത്ത പ്രോഗ്രാമുകളെല്ലാം വലിച്ചു പുറത്തിട്ട് ഈ ഒരു സക്സസ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്തൊക്കെ പ്രോഗ്രാംസ് ആണോ ആവശ്യം അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള താമസം മാത്രമേ ഉള്ളൂ. ഇതാർക്കാ സാധിക്കാത്തത്? നമ്മൾ ഇതിനുള്ള ഒരുപാട് പ്രാക്ടീസുകൾ ചെയ്യാറുണ്ട്. നമ്മൾ പറഞ്ഞില്ല, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തീയിലൂടെ നടക്കും, കുപ്പിച്ചിലിലൂടെ നടക്കും, തീ വിഴുങ്ങും, അങ്ങനെ പല പ്രാക്ടീസുകൾ ചെയ്യും. ഇതെന്തിനാ ചെയ്യണം? നമ്മളെ തന്നെ സ്വയം വിശ്വസിപ്പിക്കണം. എന്ത് പോസിബിൾ, എവറിത്തിങ് ഈസ് പോസിബിൾ, നത്തിങ് ഈസ് ഇംപോസിബിൾ. നടക്കാത്തതായിട്ടൊന്നുമില്ല. തീ കൂടെ നടക്കാതൊക്കെ പറയാൻ പേടിയൊന്നുമില്ല. അല്ല, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. കാല് കൊള്ളും എന്ന് നമ്മൾ ധരിച്ചിരിക്കണം അല്ലേ? അപ്പൊ നമുക്ക് കോടീശ്വരനാവാൻ പറ്റുമോ? കോടീശ്വരനാവാൻ പറ്റുമോ? പറ്റില്ല എന്നല്ല ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. എവറിത്തിങ് ഈസ് പോസിബിൾ. നമുക്കൊന്ന് ഈ ബ്രെയിൻ്റെ അകത്തുള്ള പ്രോഗ്രാം ചെയ്ത് ചെറിയൊരു ആക്ടിവിറ്റിയിലേക്ക് പോകുമ്പോൾ ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം. ഏത് വേണം? തീ പിടിക്കാൻ പറ്റും എല്ലാവർക്കും. യെസ്, നല്ല 2-3 പേരിനെ ഹെൽപ്പ് ചെയ്യാം. ഇത് ഒരു ടേബിളിലുള്ള ആൾക്കാർ മാത്രം ഇങ്ങോട്ട് വരിക, ഇതിലെ വന്ന് തീ പിടിക്കിട്ട് അപ്പുറത്തൂടെ ഇറങ്ങി പോവാം. ഓക്കെ, എല്ലാവരും ഒരുമിച്ച് വരില്ല, ഒരു 2 പേരിനെ ഹെൽപ്പ് ചെയ്യാൻ പോകാം. കമാ.